പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ആണ് നമ്മൾ പറഞ്ഞത് 44AD. അതിനിടയിൽ നമ്മൾ ടാക്സ് ഓഡിറ്റിൽ ഈ ഒരു ലാസ്റ്റ് പോയിന്റ് ലീവ് ചെയ്തിട്ടുണ്ടായി. ഓക്കെ, ഈ 44AD എടുത്തിട്ട് പറയാമെന്ന് പറഞ്ഞു. ആ പോയിന്റാണിത്. ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ പഠിച്ചു. പ്രിസംപ്റ്റീവ് ടാക്സേഷനിൽ എന്താ പഠിച്ചത്? നമ്മുടെ ഇൻകം ഒന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക? ഗ്രോസ് റിസീറ്റിൻ്റെ 8% ആണെന്ന് നിങ്ങളെ ഇൻകം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ടാക്സ് പേ ചെയ്യുക. ഇതാണ് നമ്മൾ ഇതിൽ പഠിച്ചത്. അപ്പോൾ ഇവിടെ നിങ്ങളോട് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ശരിക്കും ഇപ്പോൾ 8% ഓഫ് ഗ്രോസ് റിസീറ്റ് കണ്ടുപിടിച്ചിട്ട് ഒരാൾക്ക് കിട്ടിയിരിക്കുന്നത് 2 ലാക്കാന്ന് വെച്ചോ. അയാളുടെ പ്രസ്യൂംഡ് ഇൻകം കിട്ടിയിരിക്കുന്നത് 2 ലാക്കാന്ന് വെച്ചോ. ബട്ട് റിയലായിട്ട് ഇയാളുടെ ഇൻകം 80,000 ഉള്ളൂ എന്ന് വിചാരിച്ചോ. 2 ലാക്ക് ഉണ്ട് എന്ന് ഇയാൾ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ സ്കീമിൽ ഇയാൾ ഇൻക്ലൂഡഡ് ആണ്. സോ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ഇയാൾ ഓപ്റ്റ് ചെയ്തു, ഇയാൾ അതാണ് സ്വീകരിച്ചത്. അപ്പം അയാളുടെ പ്രസ്യൂംഡ് ഇൻകം ഗ്രോസ് റിസീറ്റിൻ്റെ 8% കണ്ടിട്ടുള്ള ഇൻകം എന്ന് പറയുന്നത് 2 ലാക്കാണ്. ഓക്കെ, ഡിഡക്ഷൻ ഒന്നും പെടാത്ത ഇൻകം എന്ന് പറയുന്നത് 2 ലാക്കാണ്. ബട്ട് അയാൾ ശരിക്കും അയാളുടെ റിയൽ ഇൻകം എന്ന് പറയുന്നത് 80,000 ആണ്. അപ്പോൾ ഇയാൾക്ക് എന്ത് വേണം? ഇതിന് ടാക്സ് കൊടുക്കണം. റിയൽ ഇൻകത്തിന് ടാക്സ് തരാം. അയ്യോ ഇത്രയൊന്നും ഇല്ല എൻ്റെ ഇൻകം എന്ന് പറയണം ഇൻകം ടാക്സുകാരോടത്ത്. സോ ഇങ്ങനെയുള്ള കേസിൽ ഇയാളുടെ ബുക്ക് ഓഡിറ്റ് ചെയ്ത് കാണിക്കണം എന്ന് പറഞ്ഞു. ഇയാൾ കള്ളത്തരത്തിലല്ല, ഇത് തന്നെയാണ് ഇയാളുടെ റിയൽ ഇൻകം എന്ന് ഓഡിറ്റർ സാക്ഷ്യപ്പെടുത്തണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വെൻ ദ SSC ക്ലെയിം ചെയ്യുന്നത് ദ പ്രോഫിറ്റ് എലിജിബിൾ ആസ് പെർ 44AD, ഇത് 44AD പ്രകാരമുള്ള പ്രോഫിറ്റ് 8%ൻ്റെ പ്രോഫിറ്റ് ആർ ലോവർ ദാൻ ഡീംഡ് പ്രോഫിറ്റ്, ഇയാളുടെ പ്രോഫിറ്റ് ആൻഡ് ഹാസ് ഇൻകം എക്സീഡിങ് ദ അക്കൗണ്ട് മസ്റ്റ് ബി ഓഡിറ്റഡ് ആൻഡ് ഓഡിറ്റ് റിപ്പോർട്ട് മസ്റ്റ് ബി സബ്മിറ്റഡ്. ഇതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതും കൂടെ എഴുതാം. നൗ ഇല്ലുസ്ട്രേഷൻ നമ്പർ 12. മിസ്റ്റർ ത്രിവേദി is a civil contractor. He did not maintain regular account regarding contract expenditure. മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ 2021 he worked on the following contract. സ്കൂൾ ബിൽഡ് ചെയ്യുന്ന കോൺട്രാക്ട് 16 ലക്ഷത്തിൻ്റെ, അതിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തത് ഇത്ര. റൂറൽ റോഡ് മേക്കിങ്ങിൻ്റെ കോൺട്രാക്ട് ഇത്രേൻ്റെ, ഫുൾ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റൽ ബിൽഡിംഗ് കോൺട്രാക്ട് പ്രൈസിൻ്റെ 20 ലാക്കാണ്, വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് 4 ലാക്ക്. ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് പ്രൈസ് 60 ലാക്ക്, വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് 20 ലാക്ക്. എ പ്ലാൻ കോസ്റ്റിംഗ് 50 ലാക്ക് ഹാസ് ബീൻ യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ, ഇത് യൂസ് ചെയ്ത അസറ്റ്. ബോറോ ചെയ്തിരിക്കുന്നത് ബാങ്കിൽ നിന്ന് 12 ലക്ഷം, ഇൻട്രസ്റ്റ് കൊടുക്കണം, വർക്കിംഗ് ക്യാപിറ്റൽ. ഡിറ്റർമിൻ ദ ടാക്സബിൾ ഇൻകം ആസ് പെർ സെക്ഷൻ 44AD. നമ്മളോട് 44AD പ്രകാരം ടാക്സബിൾ വാല്യൂനാണ് പറയുന്നത്. ഇവിടെ ശ്രദ്ധിച്ചോ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലൂടെ പോകണം. എലിജിബിൾ SSC ആണോ ഒന്നും പറയുന്നില്ല, ഒരു ഇൻഡിവിജ്വൽ ആണ്, അപ്പോൾ റെസിഡൻ്റാന്ന് വിചാരിക്കുന്നത്. ഇതൊക്കെ ഉണ്ടോ? ഇതൊന്നും തരാത്തതുകൊണ്ട് ഇതൊന്നും ക്ലെയിം ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അടുത്തത് എലിജിബിൾ ബിസിനസ് ആണോ? ആണ്, കോൺട്രാക്ടർ ആണ്, ഇതിൽ പെടുന്ന ബിസിനസ് ഒന്നും അല്ല അയാൾ ചെയ്യുന്നത്. ഓക്കെ, ടേൺ ഓവർ ലിമിറ്റ് ഇവിടെ 2 crore ആണ്. നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു ഇയാളുടെ ടേൺ ഓവർ എത്രയാണ്. ടേൺ ഓവർ 2 crore എക്സീഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കാൽക്കുലേഷനും ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് നോക്കാം ഇയാളുടെ ടേൺ ഓവർ എത്രയാണ്. ഇല്ലുസ്ട്രേഷൻ നമ്പർ 12 എഴുതുക. എവിടെ എഴുതുക? കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രിസംപ്റ്റീവ് ടാക്സ് ഓഫ് മിസ്റ്റർ ത്രിവേദി ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 21-22 അങ്ങനെ എഴുതുക. ഓക്കെ, സോ ഇവർക്ക് കിട്ടിയിരിക്കുന്ന റിസീറ്റിൻ്റെ ടോട്ടലാണ് വേണ്ട. അപ്പം ഞാനിവിടെ ഗ്രോസ് റിസീറ്റ് എന്ന് എഴുതി. ഗ്രോസ് റിസീറ്റാണ് വേണ്ട. ഗ്രോസ് റിസീറ്റ് ഫസ്റ്റിൽ 16 ലക്ഷത്തിൻ്റെ എങ്കിലും ഇയാൾക്ക് എത്ര കിട്ടിയിട്ടുള്ളൂ? 9,40,000 അങ്ങനെ എഴുതണേ. റൂറൽ റോഡ് മേക്കിങ്ങിൽ ഇയാൾക്ക് ഫുൾ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ 15 ലക്ഷം കിട്ടിയിട്ടുണ്ട്. ഹോസ്പിറ്റൽ ബിൽഡിങ്ങിൽ ഇയാൾക്ക് കിട്ടിയിരിക്കുന്നത് 4 ലക്ഷം. ബ്രിഡ്ജ് കൺസ്ട്രക്ഷനിൽ ഇയാൾക്ക് കിട്ടിയിരിക്കുന്നത് 20 ലാക്ക്. ഓക്കെ, ആണ് ഇയാൾക്ക് കിട്ടിയിരിക്കുന്ന സംഭവങ്ങൾ. ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്താൽ എത്ര കിട്ടുന്ന? ഇവിടെ ഗ്രോസ് റിസീറ്റ് എത്രയാണ്? ലെസ് ദാൻ 2 crore ആണ്. ഇവിടെ എഴുതാം ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ 2021 ഹിസ് ഗ്രോസ് receipt is less than 2 crore. So he can എഴുതുന്നുണ്ടല്ലോ, so he can avail the benefit of presumptive taxation അല്ലെങ്കിൽ section 44A
ഡി. അപ്പോൾ എത്രയാണ് അയാളുടെ പെർസ്യൂംഡ് ഇൻകം? സോ പെർസ്യൂംഡ് ഇൻകം ഈസ് ഗ്രോസ് റിസീറ്റിൻ്റെ, ഇവിടെ ഒന്നും പറയുന്നില്ല ബാങ്ക് ആണോ എന്നൊന്നും. സോ ക്യാഷ് ട്രാൻസാക്ഷൻ ആണെന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ 8% കാൽക്കുലേറ്റ് ചെയ്യുക. 8% കാൽക്കുലേറ്റ് ചെയ്താൽ 307,200 ഇതായിരിക്കും ഇയാളുടെ പെർസ്യൂംഡ് ഇൻകം ആസ് പെർ സെക്ഷൻ 44A(D). ഈ സമയത്ത് നമ്മൾ വേറെ ഒരു ഡിഡക്ഷൻ, ഇവിടെ ഒരു അസറ്റ് ഉണ്ട്, ഡിപ്രിസിയേഷൻ ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, നത്തിങ്, നമുക്കൊന്നും കിട്ടൂല. ജസ്റ്റ് നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ മാത്രം ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി. നൗ യുവർ ഇല്ലുസ്ട്രേഷൻ നമ്പർ 42. PK Associates is a partnership firm with 2 partners, Pramod and Krishnan. The firm made total turnover 2 crore. 2 crore on turnover during the year 2021. Okay, firm does not keep any proper book of account but claim the deduction from the turnover. പാർട്ട്ണറിന് സാലറി കൊടുത്തതിൽ ഡിഡക്ഷൻ ചോദിക്കുന്നുണ്ട്. ആക്റ്റീവ് പാർട്ട്നേഴ്സാ പോലും. സാലറി ടു ദ എംപ്ലോയീസ് ഉണ്ട്, ഡിപ്രിസിയേഷൻ ഉണ്ട്, ഗുഡ്സ് പർച്ചേസ് പെയ്ഡ് ഇൻ ക്യാഷ്. ഓക്കെ. അതർ ബിസിനസ് എക്സ്പെൻസ്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സ്. യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് ദ നെറ്റ് ടാക്സബിൾ ഇൻകം. നെറ്റ് ടാക്സബിൾ ഇൻകം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നെറ്റ് ടാക്സബിൾ ഇൻകം എന്ന് പറയുമ്പോൾ എല്ലാ ഹെഡും ഇവിടെ വരണം. ഓക്കെ. സോ നമുക്കിവിടെ നോക്കാം. ഇവിടെ സാലറി ഇൻകം ഒന്നുമില്ല, പാർട്ട്ണർഷിപ്പ് ഫേമാണ്. സോ നിങ്ങളോട് ഇവിടെ നിങ്ങൾക്ക് ഇതിവിടെ പറയുന്നുണ്ട് സെക്ഷൻ 44AD അപ്ലിക്കബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എലിജിബിൾ SSC ആണോ, പാർട്ട്ണർഷിപ്പ് ആണ്, എലിജിബിൾ ആണ്, റെസിഡൻ്റ് ആണ് നമ്മൾ അങ്ങോട്ട് അസ്യൂം ചെയ്യുന്നു. ഓക്കെ. നൗ എലിജിബിൾ അത് ആ ഒരു കാറ്റഗറി ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. ഇനി ടേൺ ഓവർ ആണ് നോക്കേണ്ടത്. ടേൺ ഓവർ നോട്ട് എക്സീഡിങ് 2 crore. അപ്പോൾ ഇവിടെ 2 crore ഉള്ളത്. അപ്പം എലിജിബിൾ ആണ്. ബിക്കോസ് ദർ ഇസ് ഓൺലി 2 crore. 2 crore ഉള്ളൂ. 2 crore കൂടിയിട്ടില്ല. അപ്പം എലിജിബിൾ ആണ്. അപ്പം PGB ഇവിടെ ശ്രദ്ധിച്ചോ. നെറ്റ് ടാക്സബിൾ ഇൻകം ഓഫ് ഇല്ലുസ്ട്രേഷൻ 42. നെറ്റ് ടാക്സബിൾ ഇങ്ങനെ എഴുതണം. ഞാൻ പറയുമ്പോൾ അവിടെ എഴുതിയേക്കണം. നെറ്റ് ടാക്സബിൾ ഇൻകം ഓഫ് ഏത് പാർട്ട്ണർഷിപ്പാണ്? PK Associates. ഓക്കെ. PK Associates ഫോർ ദി അസസ്മെൻറ്റ് ഇയർ. ഇത് അത് എഴുതുക. എന്നിട്ട് സാലറി ഇൻകം ഇല്ല. രണ്ടാമത്തത് PGBP അണ്ടർ സെക്ഷൻ 44AD. ടോട്ടൽ ടേൺ ഓവർ 2 crore. 7 പൂജ്യം 1 2 3 4 5 6 2 crore 8%. 16 lakh. 0 കുറഞ്ഞു പോരല്ലോ. അതാ ചെക്ക് ചെയ്ത്. അടുത്തത് ക്യാപിറ്റൽ ഗെയിൻ ആണ്. പിന്നെ വരുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. സോ ഹൗസ് പ്രോപ്പർട്ടി ഒന്നുമില്ല, അതുകൊണ്ട് എഴുതാൻ അതർ സോഴ്സ്. സോ ക്യാപിറ്റൽ ഗെയിൻ ഇവിടെ തന്നിട്ടുണ്ട് 2 lakh ആണ്. ഇൻകം ഫ്രം അതർ സോഴ്സ് 3 lakh. സോ ഇത് 2 lakh എഴുതുക, ഇത് 3 lakh എഴുതുക. ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുക 21 lakh ആയിരിക്കും ടാക്സബിൾ ഇൻകം. ഓക്കെ. സോ അത്രയേ ഉള്ളൂടോ. ഇത് ഭയങ്കര ഈസി. ആ സമയത്ത് നമുക്ക് ഡിഡക്ഷൻസ് ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സോ ദിസ് ഇസ് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ അണ്ടർ സെക്ഷൻ 44AD. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സെക്ഷൻ നമ്പർ 44ADA ആണ്. ADA എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു പ്രൊഫഷൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇവരുടെ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ സ്കീമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഓക്കെ. പ്രിസംപ്റ്റീവ് ടാക്സേഷൻ സ്കീം ഫോർ പ്രൊഫഷണൽ ഇൻകം. നമ്മുടെ എലിജിബിൾ ആയിട്ടുള്ള SSCs ആരാന്ന് ചോദിച്ചാൽ റെസിഡൻ്റ് ആയിരിക്കണം. പ്രൊഫഷൻ ഈ പറഞ്ഞിരിക്കുന്ന പ്രൊഫഷൻസ് ആയിരിക്കണം. മെഡിക്കൽ, ആർക്കിടെക്ട്, ലീഗൽ, എഞ്ചിനീയർ, ഫിലിം ആർട്ടിസ്റ്റ്, ഇൻറ്റീരിയർ ഡെക്കറേറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി, ടെക്നിക്കൽ കൺസൾട്ടൻസ്. ഇവർക്കാണ് ഇത് എലിജിബിൾ ആയിട്ടുള്ളത്. ഇവർ റെസിഡൻ്റ് ആയിരിക്കണം. ഗ്രോസ് റിസീറ്റ് ഡസ് നോട്ട് എക്സീഡ് 50 lakh rupee. ഇവരുടെ ഗ്രോസ് റിസീറ്റ് എത്രയിൽ കൂടരുത്? 50 lakh കൂടരുത്. അപ്പോൾ പ്രിസംപ്റ്റീവ് ഇൻകം എത്രയാണ്? 50% ഓഫ് ദ ടോട്ടൽ റിസീറ്റ്. 50% ഓഫ് ദ ടോട്ടൽ റിസീറ്റ്. അതേപോലെ ഇവിടെ നമ്മളൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ഓർ സച്ച് ഹയർ ഇൻകം such higher sum declared by the SSC. അത് ഇവിടെ അപ്ലിക്കബിൾ ആണ്. ഓർ സച്ച് ഹയർ സം ഡിക്ലയർഡ് ബൈ ദി SSC എന്ന് ഇവിടെ എഴുതാം. സച്ച് ഹയർ സം ഡിക്ലയർഡ് ബൈ ദി SSC. ഓക്കെ. 50% അല്ലെങ്കിൽ സച്ച് ഹയർ സം ഡിക്ലയർഡ് ബൈ ദി SSC. വേറെ ഒരു ഡിഡക്ഷനും നമുക്കിതിൽ നിന്ന് കിട്ടൂല. അപ്പോൾ ഇവിടെ 50 lakh കൂടാൻ പാടില്ല. 50% ഓഫ് ദ ടോട്ടൽ ഗ്രോസ് റിസീറ്റ് ആണ് പ്രിസംപ്റ്റീവ് ഇൻകം. സംഭവം ഈസിയാണ്. സോ അധികം എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. സോ ഇല്ലുസ്ട്രേഷൻ നമ്പർ 13. മിസ്റ്റർ ഗിരി ഒരു ഡോക്ടറാണ്. അയാളുടെ ഗ്രോസ് റിസീറ്റ് 60 lakh ആണ്.
ആനുവൽ എക്സ്പെൻസ് 20 lakh ആണ്. റെൻറ്റ്, കൺവെൻസ്, ടെലിഫോൺ, സാലറി, മെഡിസിൻസ് ആൻഡ് ഡിപ്രിസിയേഷൻ. സോ എലിജിബിൾ ആണ്. മെഡിസിൻ ഡോക്ടർ ആയതുകൊണ്ട് എലിജിബിൾ ആണ്. വേറെ ആരെങ്കിലും മെഡിസിൻ വാങ്ങി അത് പേഴ്സണൽ എക്സ്പെൻസിൽ പെടും കേട്ടോ. കമ്പാരിസ് ടാക്സബിൾ ഇൻകം അണ്ടർ ദ നോർമൽ പ്രൊവിഷനും രണ്ടിലും ചെയ്യാൻ പറയുന്നുണ്ട്, നോർമൽ ആൻഡ് പ്രിസംപ്റ്റീവ്. സോ ഞാൻ ആദ്യം നോർമൽ ചെയ്യാം. നോർമൽ പ്രൊവിഷൻ ആണെങ്കിൽ നമ്മൾ ആദ്യം ഗ്രോസ് റിസീറ്റ് എഴുതുക 60 lakh. ഇതിൽ നിന്ന് നമ്മൾ എലിജിബിൾ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ മൈനസ് ചെയ്യുക. സോ ഇവിടെ തന്നിരിക്കുന്നതൊക്കെ എലിജിബിൾ ആണ്, സോ മൈനസ് ചെയ്തു. സോ 40 lakh കിട്ടി. ഇതാണ് നോർമൽ കേസിൽ നമ്മളെ ടാക്സബിൾ ഇൻകം. 44AD പ്രകാരം ഗ്രോസ് റിസീറ്റിൻ്റെ 50%, അതായത് 30 ലക്ഷമാണ് ടാക്സബിൾ ഇൻകം. അപ്പോൾ ഇതിൽ ഏതാ നല്ലത്? ഇതാണ് നല്ലത്. സോ മിസ്റ്റർ ഗിരി എന്ത് ഓപ്റ്റ് ചെയ്യണം? പ്രിസംപ്റ്റീവ് ടാക്സേഷൻ അണ്ടർ സെക്ഷൻ 44ADയെ ഓപ്റ്റ് ചെയ്യണം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ. ഇവിടെ ഒരു അമെൻമെൻറ്റ് ഉണ്ടായി, എൻ്റെ അടുത്ത് അത് പറയാൻ വിട്ടു. അമെൻമെൻറ്റ് ടാക്സ് ഓഡിറ്റ് ലിമിറ്റ് നമ്മൾ 5 crore എന്ന് പറഞ്ഞിട്ടുണ്ടായി. ഇവിടെ ടാക്സ് ഓഡിറ്റിൻ്റെ ലിമിറ്റ് 5 crore എന്ന് പറഞ്ഞിട്ടുണ്ടായി. ഇത് 10 crore ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. അവരുടെ ട്രാൻസാക്ഷൻ്റെ 95% ബാങ്ക് വഴിയാണ് നടക്കുന്നതെങ്കിൽ ആ പർട്ടിക്കുലർ കമ്പനിയുടെ 95% ബാങ്ക് വഴിയാണ് നടക്കുന്നതെങ്കിൽ ഈ 5 crore ലിമിറ്റ് ഇസ് ഫോർ 10 crore. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒന്നുമില്ല. CMAൻ്റെ അമെൻമെൻറ്റ്സിൽ വന്നിട്ടുണ്ട്, ബട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ തന്നെയുള്ള 5 crore എന്നൊക്കെ ഉള്ളത്, CMAയുടെ ഒക്കെ. സോ നിങ്ങൾ നോക്കുക, ടീച്ചേഴ്സ് ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇതും കൂടെ ചേർത്ത് പഠിക്കുക. ഇല്ലെങ്കിൽ 5 crore വെച്ച് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനെ ഫോളോ ചെയ്യുക. ഇതൊരു അമെൻമെൻറ്റാണ്. ഓക്കെ. നൗ സെക്ഷൻ നമ്പർ 44AE. സെക്ഷൻ നമ്പർ 44AE ആണ്. ഇതും പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ആണ്. ഏതിൻ്റെത്? നമ്മളിവിടെ പറഞ്ഞില്ലേ, പ്ലൈയിങ്, ഹയറിങ്, ലീസിങ് ഓഫ് ഗുഡ്സ് ക്യാരേജ്. 44ADയിൽ കവർ ചെയ്യാത്ത വേറൊരു സെക്ഷൻ ആയിരുന്നു എ പേഴ്സൺ ഇൻ എ ബിസിനസ് ഓഫ് പ്ലൈയിങ്, ഹയറിങ്, ലീസിങ് ഗുഡ്സ് ക്യാരേജ്. ഇവരുടെ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ്റെ റൂൾസ് ആണ് സെക്ഷൻ നമ്പർ 44AEയിൽ പറയുന്നത്. സോ ഇവിടെ അപ്ലിക്കബിൾ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ സ്കീം ഫോർ ഗുഡ്സ് ക്യാരേജ്. ഇതിലെ എലിജിബിൾ SSC അവരുടെ ബിസിനസ് പ്ലൈയിങ്, ഹയറിങ്, ലീസിങ് ഓഫ് ഗുഡ്സ് ക്യാരേജ് ആയിരിക്കണം. പ്ലൈയിങ്, ഹയറിങ്, ലീസിങ് ഓഫ് ഗുഡ്സ് ക്യാരേജ് and who owns not more than 10 good vehicle at any time during the previous year. ഈ പർട്ടിക്കുലർ ബിസിനസ് ചെയ്യുന്ന SSCയുടെ കയ്യിൽ ഇയറിൽ ഒരു സമയത്ത് പോലും 10 വെഹിക്കിളിൽ കൂടുതൽ വെഹിക്കിൾ ഉണ്ടാവാൻ പാടില്ല. സോ 10 വെഹിക്കിളാണ് ഇവരുടെ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ്റെ ബെനിഫിറ്റ് അവൈൽ ചെയ്യാനുള്ള ലിമിറ്റ്. നോട്ട് മോർ ദാൻ 10 ഗുഡ്സ് സർവീസ് വെഹിക്കിൾ അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. ആണല്ലോ. ഇനി ഇങ്ങനെയുള്ള ഒരു SSCക്ക് എന്താണ് അവരുടെ ഇൻകം ആയിട്ട് കാണിക്കാൻ പറ്റുക? പ്രിസംപ്റ്റീവ് ടാക്സേഷൻ സ്കീം പ്രകാരം അവരുടെ ഇൻകം എത്രയായിട്ട് കാണിക്കാൻ പറ്റും? പ്രിസംപ്റ്റീവ് ഇൻകം, ഹെവി ഗുഡ്സ് വെഹിക്കിൾ 2 തരത്തിലുള്ള ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഗുഡ്സ് വെഹിക്കിൾ ചിലപ്പോൾ ഹെവി ആയിരിക്കും. ഹെവി മീൻസ് 12,000 കിലോ വരെയുള്ള സാധനങ്ങൾ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന വെഹിക്കിളിനെയാണ് നമ്മൾ ഹെവി ഗുഡ് വെഹിക്കിൾ എന്ന് പറയാം. ഗ്രോസ് വെയ്റ്റ് എക്സീഡ് 12,000 kg. എനി അതർ ഗുഡ് വെഹിക്കിൾ, അങ്ങനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹെവി വെഹിക്കിളിൻ്റെ പ്രിസംപ്റ്റീവ് ഇൻകം എത്രയാണെന്ന് നോക്കാം. ഇങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യണ്ട, ബുക്സ് ഓഫ് ഓഡിറ്റ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യൊന്നും വേണ്ട. ചില കേസിൽ മെയിൻറ്റെയിൻ ചെയ്യണം, ബട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട. അവർക്ക് ഇത് അവരുടെ ഇൻകം ആയിട്ട് കാണിച്ചിട്ട് അവർക്ക് ഇതിൻ്റെ മുകളിൽ ടാക്സ് കൊടുത്താൽ മതി അല്ലേ. ഹെവി ഗുഡ്സ് വെഹിക്കിളിനാണെങ്കിൽ അവരുടെ PGVP എന്ന് പറയുന്ന ഹെഡിൽ ഇൻകം വരിക ₹1000 പെർ ടൺ. ഒരു ലോറിയിൽ എത്ര ടണ്ണാണോ കയറ്റി കൊണ്ടുപോകുന്നത്, സോ അതിൻ്റെ 1000 ഇൻറ്റു ആ ടൺ. 1 ടണ്ണിനാണ് പറയുന്നത്. 1 ടണ്ണിന് 1000 വെച്ചിട്ട് ഇൻറ്റു വെഹിക്കിൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 1000 നമ്മളെ കയ്യിൽ നമ്മൾ ഒരു ലോറി 2 ലോറിയാണെന്ന് വിചാരിച്ചോ. 2 ലോറി. ഈ ലോറിയിൽ 500 ടണ്ണ് പറ്റില്ല. 12,000 kg കൂടുതലുമാണ്. സോ ഞാൻ തൽക്കാലം എൻ്റെ ഒരു കാൽക്കുലേഷൻ ഇവിടെ 500 എഴുതാം, ഇവിടെ 1000. സോ 1000 ഇൻറ്റു 500 ഇൻറ്റു 1 ഒരു വെഹിക്കിളിലാണ് കൊണ്ടുവന്നത്. അടുത്തതും 1000 ഇൻറ്റു 1. ഇത് ഇനിയിപ്പോൾ ഒരു വെഹിക്കിളും കൂടെ ഉണ്ട്, അതിലും 1000 ആണെങ്കിൽ ഇവിടെ 2 വരും. കാൽക്കുലേഷൻ പാർട്ട് ഉണ്ടോ എന്നറിയില്ല, ഉണ്ടെങ്കിൽ നോക്കാം. അതായത്
1 ടണ്ണിന് 1000 വെച്ചിട്ട്. അപ്പോൾ വെഹിക്കിൾ ഇൻക്രീസ് ചെയ്യുന്നതിന് കണക്കായിട്ടല്ല, ഓരോ വെഹിക്കിളിനും ഇതേ സംഭവം കാൽക്കുലേറ്റ് ചെയ്യണം പെർ മന്ത് ഓർ പാർട്ട് ഓഫ് ദ മന്ത്. ഓക്കെ, സോ കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ നോക്കാം, അതുകൊണ്ട് കൂടുതലായി പോകണ്ട, അതുകൊണ്ട് പറയാത്ത. ഓക്കെ, സോ ഇതും ഓർമ്മിക്കാം. ഇനി അല്ലാത്ത കേസിൽ വേറെ ഏതെങ്കിലും ഗുഡ്സ് വെഹിക്കിൾ ആണെങ്കിൽ അവർക്ക് 7500 പെർ ടൺ ഈ സാധനം ഉണ്ടാവില്ല അവിടെ, പെർ ടൺ 7500, ഒരു ട്രിപ്പ് പോയാൽ 7500 പെർ വെഹിക്കിൾ പെർ മന്ത് ഓർ പാർട്ട് ഓഫ് ദ മന്ത്. ഈ ടൺ എന്ന് പറയുന്ന സാധനം അവിടെ നിന്ന് എടുത്താളിയ 7500 പെർ വെഹിക്കിൾ പെർ മന്ത് ഓർ പാർട്ട് ഓഫ് ദ മന്ത്. ഓക്കെ, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കണക്കുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് എക്സ്പ്ലനേഷൻ കൊടുക്കാം. സോ ദിസ് ഇസ് സെക്ഷൻ നമ്പർ 44AE, ഫ്ലൈയിങ്, ഹയറിംഗ്, ലീസിംഗ് ഓഫ് ഗുഡ്സ് കാരേജ് ആൻഡ് ഹു വാസ് നോട്ട് മോർ ദാൻ 10 ഗുഡ്സ് service vehicle at any time during the previous year. Presumptive income, heavy goods vehicle, any other goods vehicle. Heavy goods vehicle എന്ന് പറഞ്ഞാൽ gross weight exceed 12000 kg. അപ്പോൾ PGBP ₹1000 per ton per vehicle per month or part of the month. ഇവിടെ വരുമ്പോൾ ₹7500 per vehicle per month or part of the month. So presumptive taxationും കഴിഞ്ഞിട്ടുണ്ട്. Next is expense allowed on actual payment. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ 43Bയിൽ, ഇതായത് നമുക്ക് പലതരത്തിലുള്ള ഡിഡക്ഷൻസ് കിട്ടും. ഈ താഴെ പറയുന്ന ഡിഡക്ഷൻ ആക്ച്വലി പേ ചെയ്താൽ മാത്രമേ കിട്ടൂ. ഇത് ഡ്യൂ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റില്ല, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇത് ആക്ച്വലി പെയ്ഡ് ആയിരിക്കണം. നമ്മൾ മുന്നേ പറഞ്ഞു, നമ്മൾ 2 രീതിയിലുള്ള അക്കൗണ്ടിങ് ഫോളോ ചെയ്യും. ഒന്ന് ക്യാഷ് ബേസിസ്, ഒന്ന് അക്രൂവൽ ബേസിസ് എന്ന് പറഞ്ഞു. ഇങ്ങനെ എന്ത് മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് യൂസ് ചെയ്തോട്ടെ, ഈ പറയുന്ന എക്സ്പെൻസിന് ഡിഡക്ഷൻ കിട്ടാൻ അത് കറക്റ്റായിട്ട് പേ ചെയ്തിരിക്കണം. ഡ്യൂ ബേസിസ് അല്ലെങ്കിൽ അടക്കാനുണ്ട് അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. അത് നമ്മുടെ എംപ്ലോയർ അടച്ചിരിക്കണം, ആക്ച്വലി പേ ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ താഴെ പറയുന്ന സംഭവങ്ങൾക്ക് നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റൂ. അതാണ് സെക്ഷൻ നമ്പർ 43B. സർട്ടൻ പേയ്മെൻറ്റ് അലൗഡ് ആസ് ഡിഡക്ഷൻ ഓൺലി ഓൺ പേയ്മെൻറ്റ് ബേസിസ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലില്ല, അതുകൊണ്ട് ഞാൻ സ്ട്രൈക്ക് ചെയ്തു. ഇതൊക്കെ എക്സ്പെൻസ് ആണെന്ന് പറയാം. ടാക്സ്, ഡ്യൂട്ടീസ്, സെസ്, ഫീസ്. ഓക്കെ, ഇത് ആക്ച്വലി പേ ചെയ്താൽ മാത്രമേ നമുക്ക് ഡിഡക്ഷൻ കിട്ടൂ. പിന്നെ ബോണസ്, ലീവ്, ഇത് ടെക്സ്റ്റ് ബുക്കിലില്ല. ബോണസ്, ലീവ് ആൻഡ് കാഷ്മെൻറ്റ് ടെക്സ്റ്റ് ബുക്കിലില്ല. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫ്രം പബ്ലിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ, സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ, ഷെഡ്യൂൾഡ് ബാങ്ക്, കോർപ്പറേറ്റ് ബാങ്ക്, നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ. ഇത്രയും സ്ഥലത്ത് നിന്ന് എടുത്തുന്ന ലോണിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതും ആക്ച്വൽ പേയ്മെൻറ്റിൻ്റെ ബേസിസിൽ മാത്രമേ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ബിസിനസ് ആവശ്യത്തിനുള്ള ലോൺ ആണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റിന് ഡിഡക്ഷൻ കിട്ടും, ഇല്ല ബിസിനസ് ആവശ്യമല്ലേ. ബട്ട് അത് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നവരുടെ അടുത്ത് നിന്ന് എടുത്തിട്ട് അത് അവർ കിട്ടണമെങ്കിൽ അത് ആക്ച്വലി പെയ്ഡ് ആയിരിക്കണം, ഡ്യൂ ബേസിസിന് കിട്ടൂല. അടുത്തത് കോൺട്രിബ്യൂഷൻ ടു PF. ഓക്കെ, അപ്രൂവ്ഡ് PF ആയിരിക്കണം, റെക്കഗ്നൈസ്ഡ് സ്റ്റാറ്റ്യൂട്ടറി PF. എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷൻ ടു PF, സൂപ്പർ ആനുവേഷൻ ഫണ്ട്, ഗ്രാറ്റുവിറ്റി ഓർ എനി അതർ എംപ്ലോയി വെൽഫെയർ ഫണ്ട്. എംപ്ലോയിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഏതൊരു ഫണ്ടിലോട്ട് നിക്ഷേപിക്കുകയാണെങ്കിലും അതും ആക്ച്വൽ പേയ്മെൻറ്റിൻ്റെ ബേസിൽ മാത്രമേ നമുക്ക് ഡിഡക്ഷൻ കിട്ടൂ. ഇതും ടെക്സ്റ്റ് ബുക്കിലില്ല, പേയ്മെൻറ്റ് ടു റെയിൽവേ. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലില്ലാത്ത 2 പോയിന്റ് വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇനി ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പോയിന്റും കൂടെ പറയുന്നുണ്ട്. അൺഅപ്രൂവ്ഡ് ആണെങ്കിൽ, അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ടിലൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അൺഅപ്രൂവ്ഡ് ആയിട്ടുള്ള സൂപ്പർ ആനുവേഷൻ ഫണ്ട് അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി അല്ലെങ്കിൽ പ്രൊവിഡൻറ്റ് ഫണ്ടിനൊന്നും നമുക്ക് എന്ത് കിട്ടൂല, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്ന് ഇവിടെ കാണാം. ഓക്കെ, സോ ഇനി റിപ്പീറ്റ് ചെയ്യേണ്ടല്ലോ. അപ്പോൾ ടാക്സ്, ഡ്യൂട്ടീസ്, സെസ്, ഫീസ്, ബോണസ്. ടാക്സ്, ബോണസ് എന്ന് ഓർമ്മിക്കുക. ടാക്സ്, ബോണസ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫ്രം PFI, SFC, SIIC എന്ന സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ. ഓക്കെ, ഇത് പബ്ലിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ, സ്റ്റേറ്റ് ഷെഡ്യൂൾഡ് ബാങ്ക്, കോർപ്പറേറ്റ് ബാങ്ക്, നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ. ഓക്കെ, പിന്നെ കോൺട്രിബ്യൂഷൻ ടു PF, സൂപ്പർ ആനുവേഷൻ ഫണ്ട്, ഗ്രാറ്റുവിറ്റി ഓർ എനി അതർ എംപ്ലോയി വെൽഫെയർ ഫണ്ട്, അത്രയാണ്. പേയ്മെൻറ്റ് ടു റെയിൽവേ. ഇവിടെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ കോൺട്രിബ്യൂഷൻ ടു അൺഅപ്രൂവ്ഡ് ഗ്രാറ്റുവിറ്റി, പ്രൊവിഡൻറ്റ് ഫണ്ടിനും ഡിഡക്ഷൻ ഇല്ല. നൗ സ്റ്റാർട്ടിങ് ദിസ് വൺ ഇല്ലുസ്ട്രേഷൻ, അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം.